ഓക്കെ, നമ്മൾ റെക്കോർഡൂടെ ചെയ്യുന്നുണ്ട്. ലിങ്കായിട്ട് ഇടാം. നമ്മൾ ഇപ്പം ഇതിൻ്റെ ഓക്കെ, ഇതിൻ്റെ റെക്കോർഡ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ, ക്ലാസ്സസിലുള്ള കാര്യങ്ങൾ. നമുക്ക് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെയാണ് ആദ്യം ബൗൾ വരച്ച് നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൽ ഇപ്പം ഞാൻ ചെയ്ത കളേഴ്സാണ് പറയുന്നത്. ഓൾറെഡി ഫ്രൂട്ട്സ് ബൗളിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ക്രോം യെല്ലോ കളറാണ് ഫ്രൂട്ട്സ് ബൗളിന്. യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് നമ്മൾ ഫ്രൂട്ട്സ് ബൗളിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യെല്ലോ ഓക്കറും ക്രോം യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഫ്രൂട്ട്സ് ബൗളിന് കൊടുത്തത്. മ്യൂറൽ റെഡ് കൊണ്ട് കൊടുത്ത് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വെള്ളം വെച്ചൊന്ന് സ്മജ് ചെയ്ത് ലയിപ്പിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ബൗളിൻ്റെ കളർ കേട്ടോ. ഈ ഫ്രൂട്ട്സിൽ നമ്മൾ യെല്ലോ ചെയ്തിട്ടുണ്ട്, ക്രോം യെല്ലോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, ക്രോം യെല്ലോ ഓറഞ്ച്. പിന്നെ നമ്മൾ ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ട് പ്രഷ്യൻ ബ്ലൂ വെച്ച് ഔട്ട്ലൈൻ ഗ്രേപ്സിന് വരച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ട് പ്രഷ്യൻ ബ്ലൂ വെച്ച് ഔട്ട്ലൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ഭാഗം പ്രഷ്യൻ ബ്ലൂ ആയിട്ട് കിടക്കുന്നുണ്ട്, അവിടെ നമുക്ക് വയലറ്റ് കളർ ഗ്രേപ്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ആ ഫ്രൂട്ട്സ് ബൗൾ ഓരോ ഭാഗമായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. പിക്ചറിനൊരു കംപ്ലീറ്റ് വരുമല്ലോ. ക്രിംസൺ റെഡ്, നമ്മളിത് ആപ്പിൾ പോലുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിംസൺ റെഡ് വളരെ ലൈറ്റായിട്ട് കേട്ടോ, കുറച്ച് വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് നമുക്ക് ക്രിംസൺ റെഡ് കാണാമല്ലോ എല്ലാവർക്കും. ക്രിംസൺ റെഡാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ക്രിംസൺ ലേക്ക് എന്നൊക്കെ പറയുന്ന റെഡ് ഈ ആപ്പിൾ പോലുള്ള കളറിന് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. മറ്റേത് രണ്ടും ഓറഞ്ചാണ്. ഇത് ഓറഞ്ച് ലൈറ്റാക്കി ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കളറിന് അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ക്രിംസൺ റെഡ് ചെയ്തു. ഇനി നമ്മളിത് ഗ്രേപ്സ് തന്നെ കുറച്ച് ഭാഗത്ത് ഞാൻ ബ്ലൂ മാത്രം ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെയും ഞാനിത് ഈ ക്രിംസൺ റെഡ് ഒരു സർക്കിളായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ചെയ്യുന്ന ഭാഗം ക്ലിയറായിട്ട് കാണാമല്ലോ എല്ലാവർക്കും. ഓക്കെ, 3 പേരേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ഗ്രേപ്സിൻ്റെയും ആ ഒരു കളറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് ചെയ്ത ഭാഗത്ത് തന്നെ നമുക്കൊന്നേ മ്യൂറൽ റെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡ് വെച്ചിട്ട് ഓറഞ്ച് ചെയ്തതിന് നമുക്ക് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് ചെയ്തെടുക്കാം. ആദ്യം ഓറഞ്ച് വെച്ചാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളിത് മ്യൂറൽ റെഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. പഴത്തിനും ചെറുതായിട്ട് ഫ്രൂട്ട്സ് ബൗളിലെ കളറുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവിടെ ഇതിനകത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ? അതെ, ഫ്രൂട്ട്സ് ബൗളിൽ നമ്മളിപ്പോൾ ബനാന അല്ല പഴത്തിന് അങ്ങനെ അതിനൊക്കെ യെല്ലോ ആണ് കൊടുത്തത്, ക്രോം യെല്ലോ കേട്ടോ. ക്രോം യെല്ലോ അല്ലെങ്കിൽ മീഡിയം യെല്ലോ ആണ് കൊടുത്തത്. പിന്നെ 2 ഓറഞ്ച് വരച്ചിട്ടുണ്ട്. ആ ഓറഞ്ചിന് ഓറഞ്ച് കളർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഓറഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാർലറ്റ് റെഡ് യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ മതി, അപ്പോൾ ലൈറ്റ് ഒരു ഓറഞ്ച് കിട്ടും. ആ ഓറഞ്ച് വെച്ച് ഇതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗ്രേപ്സിന് ലൈറ്റ് ഗ്രീനാണ് കൊടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തതാണല്ലേ, ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പ്രഷ്യൻ ബ്ലൂ വെച്ച് റൗണ്ട് വരച്ചെടുത്തു. ഇപ്പോഴത്തെ പ്രഷ്യൻ ബ്ലൂ വെച്ച് കുറച്ച് ഗ്രേപ്സ് വരച്ചിട്ട് അതിൽ ക്രിംസൺ റെഡ് ലേക്കാണ് കൊടുത്തത്. ഒരു ആപ്പിൾ പോലത്തതിനും ക്രിംസൺ ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ച് കൊടുത്തതിന് മ്യൂറൽ റെഡ് അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കൊടുത്തതിന് സ്കാർലറ്റ് റെഡ് അല്ലെങ്കിൽ മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഫ്രൂട്ട്സ് ബൗളിൽ നമ്മൾ ചെയ്തത് ഓൾറെഡി യെല്ലോ ഓക്കറും ക്രോം എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ. എന്നിട്ട് മ്യൂറൽ റെഡ് കൊണ്ട് ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ് കൊടുത്തത്. ആശ്രീ മാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് ബൗളാണ് ഇപ്പം ചെയ്തത്. ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഫ്രൂട്ട്സ് ബൗൾ ഓക്കെ ആണോ? അത് വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മളിത് ഇവിടെ ഒരു ഹാരം നിങ്ങൾക്ക് ഇവിടെ മാറ്റിയാണ് പൊസിഷൻ വരുന്നത്. എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. ഒരു റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, പൂഹാരമാണ്. അതിനിടയ്ക്ക് ഞാനൊന്ന് മഞ്ഞ കൊടുത്തിട്ടുണ്ട്, ക്രോമല്ല കേട്ടോ. എന്നിട്ട് ഇതിൽ ക്രിംസൺ റെഡാണ്. ചെറിയ ഒരു 3 വരയ്ക്കൂലേ, നമ്മളിങ്ങനെ ചെറിയ ഒരു റിങ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന കളർ ഉപയോഗിച്ചാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഏതാ എൻ്റെ ഡൗട്ട് എന്നോട് ചോദിച്ചതാണോ? ഇതിപ്പം നമ്മൾ യെല്ലോയും ക്രോമല്ലയും ക്രിംസൺ ലേക്കും ഉപയോഗിച്ചാണ് ഇപ്പം ഈ ഒരു ഹാരം ചെയ്തിട്ടുള്ളത്. ക്രോമല്ല ചെയ്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂറൽ റെഡോ സ്കാളർ റെഡോ ഒക്കെ ഉപയോഗിച്ച് ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തെടുക്കാം കേട്ടോ. ചെറിയൊരു വൈറ്റാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊരു പുഹാരം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാല മടങ്ങിയ ഉള്ളിലും ഇരിക്കണ മാതിരിയല്ലേ മാം? അപ്പൊ ഒരു ഫോട്ടോ ഇടണേ, അത് മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം കേട്ടോ. ഞാൻ പിന്നെ കുറേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നത്തെ ക്ലാസ്സിൽ ഓരോ പാർട്ടായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ വേണമെങ്കിൽ വീഡിയോയും കൂടെ ഉപയോഗിക്കില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് മുമ്പേ ഫോട്ടോ ഇടാതിരുന്നത് കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലായിരുന്നു. ഇത് നമ്മളതിൻ്റെ ഒറ്റനാക്കാണ്. ഒറ്റനാക്കിന് നമ്മൾ രണ്ട് സൈഡിലും മ്യൂറൽ റെഡ് വെച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മ്യൂറൽ റെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബൗൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് മ്യൂറൽ റെഡ്. മറ്റേത് യെല്ലോ കൊടുത്തിട്ട് ഒരു മ്യൂറൽ റെഡ് വെച്ച് ഒരു ഔട്ട്ലൈൻ ഷെയ്ഡാണ് കൊടുത്തിരുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീച്ചറെ ഒറ്റനാക്കിന്റെ താഴത്തെ അതില് വൈറ്റ് ഉണ്ട്, നടുക്ക് വൈറ്റ് വെച്ചിട്ടുള്ളത്. വൈറ്റ് വച്ചില്ല, ഞാൻ അത് ഒഴിവാക്കിയാനുണ്ട്. നിങ്ങൾക്ക് ആ സ്പേസ് ഇല്ലെങ്കിൽ വൈറ്റ് വയ്ക്കാം കേട്ടോ. വൈറ്റ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ പാമ്പിന് ചെയ്തത് പ്രഷ്യൻ ബ്ലൂവും ബ്രൗണും കൂടെ മിക്സ് ചെയ്തതാണ്. ആണോ? അതല്ലോ ബ്ലൂവും ബ്രൗണും ആയിരുന്നു മിക്സ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പതല്ലോ ബ്ലൂവും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ വീണ്ടും പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ കേട്ടോ. പ്രഷ്യൻ ബ്ലൂവും കുറച്ച് നമുക്ക് ബ്രൗണും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അതൊന്ന് ഡാർക്കൻ ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാനാണ് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ കൂടുതലും ഒരു ശകലം ബേൺ സീനിയും കൂടെ മതി കേട്ടോ. പ്രഷ്യൻ ബ്ലൂവും ശകലം ബേൺ സീനിയും കൂടെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ 000 00 ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഡീറ്റെയിലിങ് എന്നിട്ട് നമുക്ക് മ്യൂറലിന് എന്താണ് ഫസ്റ്റ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ്സും ഡീറ്റെയിലിങ്ങുമാണ്. ഇനി ബ്ലാക്ക് എഴുത്തിന് മുമ്പ് ഒന്ന് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. സാധാരണ നമുക്ക് സമയം കാണാറുണ്ട്. നമ്മൾ ഒരു കളർ എടുത്താൽ മാക്സിമം ആ കളർ എവിടെയൊക്കെയെന്ന് നോക്കി നമ്മൾ ചെയ്തിട്ടായിരിക്കും അടുത്ത കളറിലോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞ് പിക്ചർ ചെയ്യുമ്പം നമുക്ക് സമയവും കുറച്ചല്ലേ നമ്മളെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ചുകൂടി ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രഷ്യൻ ബ്ലൂ, പതല്ലോ ബ്ലൂ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അതേസമയം പ്രഷ്യൻ ബ്ലൂ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്ലാക്ക് എഫക്റ്റാണ് വരുന്നത് കേട്ടോ. ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ബോഡിയിൽ ചെറിയ വരകൾ അടുപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് പ്രഷ്യൻ ബ്ലൂവും കുറച്ച് ബ്രൗണും കൂടെ ബേൺസീനും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ. ഇപ്പർ സൈഡും അതുപോലെ തന്നെ നാക്കൊക്കെ കാണിക്കുന്നത് റെഡ് വെച്ച് കാണിക്കും. പാമ്പിന് നമുക്ക് ആ രീതിയിലായിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് ഷെയ്ഡായിട്ടൊക്കെ കൊടുക്കാം. കണ്ണ് ചുണ്ടുമൊക്കെ വരച്ചെടുക്കുമ്പോൾ ശരിയാവും കേട്ടോ. നമ്മൾ ക്രിംസൺ റെഡ് എടുത്തതുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നാക്ക് പോലുള്ള ഭാഗം, പിന്നെ കണ്ണും വേണമെങ്കിൽ നമുക്ക് ആ റെഡ് കൊണ്ട് ഡിപ്പെൻസ് റെഡാവും. റെഡ് കൊണ്ട് തന്നെ മ്യൂറൽ റെഡോ ക്രിംസൺ റെഡോ കൊണ്ട് ചെയ്യാം കേട്ടോ. കണ്ണ് അത് ബേർഡിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നുണ്ടോ, ബേർഡ് പോലെ ഇരിക്കുന്ന കുഴപ്പമില്ല. ഇനി നമ്മൾ താഴെ ഭാഗമാണ് കേട്ടോ. നമുക്ക് ഇനി വരുന്ന ഈ ഇരിക്കുന്നതിൻ്റെ താഴെ ഭാഗം അത് ബേൺസീന മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ബേൺസീന മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് എടുത്തോട്ടെ. മാം പാമ്പിന്റെ ഉള്ളിൽ നമ്മള് വൈറ്റും പാലോ ബ്ലൂവും കൂടി കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ ലൈറ്റ് ആയിട്ട്? അത് പറഞ്ഞില്ലല്ലോ. ഇവിടെ വൈറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ ക്യാൻവാസിൽ വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ വൈറ്റ് വിട്ടതിന് ശേഷം റെഡ് ഇല്ലേ, റെഡ് ലൈറ്റായിട്ട് സ്കാർല റെഡ് ലൈറ്റായിട്ട് നമുക്ക് അതിനകത്തുള്ള വരകൾ വരച്ചെടുക്കാം. അല്ല ഫ്രണ്ട് പോർഷനില് മാം വൈറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇല്ലേ? അല്ല ബാക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഈ പത്തിയുടെ പത്തി അത് തന്നെ പറഞ്ഞത്. അത് വൈറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ചെറിയ വരകളുണ്ടല്ലോ, അത് മ്യൂറൽ റെഡ് വെച്ച് വരച്ചെടുക്കാം, അല്ലെങ്കിൽ സ്കാർലർ റെഡ് വെച്ച് വരച്ചെടുക്കാം. അടിയിലൊരു സൈഡ് വൈറ്റ് തന്നെയാണ്, അതായിരിക്കും അതിൻ്റെ ഒരു കാണാൻ ഒരു ഭംഗി വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രേ ഷെയ്ഡൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ മുകളിൽ ഗ്രേ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അധികം വൈറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ബേൺസീനെ എടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ കേട്ടോ ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയാണ്. താഴെ ഗ്രൗണ്ടായിട്ട് ഇപ്പോൾ സ്ക്വയറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കാണുമല്ലോ. ഇതുവരെ ഒരു ഈ കച്ചവാല് കിടക്കുന്ന ഈ ഒരു ഭാഗം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ബേൺസീന കളർ കേട്ടോ. ഇതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് തറയേ ഉള്ളൂ. നിങ്ങളുടെ പിക്ചറിൽ എന്ത് ഉണ്ടാവും, കുറച്ചുകൂടെ എന്തുണ്ടാവും, ഉണ്ടാവും അല്ലേ, ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നല്ല ഡാർക്കായിട്ട് ഇപ്പോൾ ഒരു കോട്ട് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ മ്യൂറലിൽ ചെയ്യുമ്പം ആദ്യത്തെ കോട്ടിൽ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാൻ പോലെ ചെയ്യരുത്. നല്ലപോലെ വെള്ളം ചേർത്ത് ലൈറ്റായിട്ടാണ് ചെയ്യണത്. ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മ്യൂറലിൽ ഒറ്റ കോട്ട് കൊണ്ട് ഒരു ചിത്രങ്ങളും ഫിനിഷ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്കവിടെ ഡാർക്കായിട്ടാണ് ബ്രൗൺ വേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലൈറ്റായിട്ട് ചെയ്യണം കേട്ടോ. ഒരു കോട്ട് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും അടുത്ത കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബേൺസീനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബോഡിയിലായാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും നമുക്ക് ചിലപ്പോൾ റെഡാണ് ചെയ്യേണ്ടത്. നമ്മളെടുത്ത് വെച്ചാൽ ആദ്യമേ റെഡ് അങ്ങ് കൊടുക്കത്തില്ല. നമ്മളെപ്പോഴും അവിടെ ചെയ്യുന്നത് ഒരു കോട്ട് കൊടുത്ത് ഉണങ്ങി ഒരു മിനിമം ഒരു 3 കോട്ടെങ്കിലും ചെയ്താണ് അതിനൊന്ന് ആ ഡാർക്ക് ടോണിലോട്ട് എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ബേസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടും താഴെ എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോമെല്ലോ കളർ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രോമെല്ലോ കളർ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഡാർക്ക് ബ്രൗണിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നില്ല, ഒരു യെല്ലോ കളറിന് ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ എഫക്റ്റേ വരുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് ചെയ്യും. ഒരിക്കലും ഉണങ്ങാതെ രണ്ടാമത്തെ കോട്ട് ചെയ്യരുത്. അതൊന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് ചെയ്യും കേട്ടോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ഏതെല്ലോ ആണ്? ക്രോമല്ലോ
ക്രോമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇതായാലും ചെയ്ത് നമ്മൾ അതിനകത്ത് ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ രണ്ട് യെല്ലോ ചെയ്തില്ലായിരുന്നോ? അതിൽ ലൈറ്റ് യെല്ലോ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് ലെമൺ എല്ലോ കൂടെ ചേർത്തിട്ട് വരുന്ന യെല്ലോ ആക്കി എടുത്താലും മതി കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിലൊരു ഓറഞ്ച് എഫക്റ്റ് ഒക്കെ കൊടുത്താൽ മേഘം കൊടുക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല മ്യൂറൽ റെഡ് വെച്ച് ഡോട്ട് കൊടുത്ത് മ്യൂറൽ റെഡ് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ എങ്ങനെ കൊടുത്താലും ഓരോരുടെ ഇഷ്ടമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ഓറഞ്ചും റെഡും കൂടെ വരുന്നൊരു ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും. 4 സൈഡിൽ നിന്നും അങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗം യെല്ലോയിലോട്ട് നിൽക്കുന്നൊരു ഭാഗം പോലെയാണ്. അപ്പോൾ ആ ഫിഗർ കുറച്ച് എടുത്ത് കാണിക്കും കേട്ടോ. ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയുണ്ട് ഇവിടെ ചെയ്തു. ഇനി നമ്മളിവിടെ കിണ്ടി കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. നമ്മൾ കിണ്ടിക്ക് ചെയ്ത കളേഴ്സ് യെല്ലോ ഓക്കറും ക്രോമെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന കളറാണ് ബേസ് കോട്ട് കൊടുത്തത് കേട്ടോ. യെല്ലോ ഓക്കർ ഒരു ഡ്രോപ്പ് എടുക്കുമ്പോൾ ഒരു ഡ്രോപ്പ് എന്താണ്, ഒരു ഡ്രോപ്പ് കാണാമല്ലോ, ഒരു ഡ്രോപ്പ് ക്രോമെല്ലാം കൂടെ മിക്സ് ചെയ്ത കളറാണ് ആദ്യം കൊടുത്തത്. എന്നിട്ട് മ്യൂറൽ റെഡ് വെച്ച് ഔട്ട്ലൈൻ വരച്ച് ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ അകത്തൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ഈ ഫിഗർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കളറിങ്ങിന്. അവിടെ വേതാളത്തിന്റെ ഇടത്തെ കൈയുടെ 2 വശം മുടിയാ വരുന്നത്. ഇത് മുടിയാണ്. അത് ബ്ലാക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മ്യൂറൽ റെഡ് നമ്മൾ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മ്യൂറൽ റെഡാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുടി ഒഴിച്ച് ബാക്കി ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്ന മ്യൂറൽ റെഡ് കൊണ്ടാണ്. നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് വരും, നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ കിടന്ന് അതെല്ലാം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കണ്ടിന്യൂഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് ഇടുമ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഭാഗമൊക്കെ അല്ലേ. വേതാളത്തിൻ്റെ വേറെ ഭാഗങ്ങൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഓക്കെ ആക്കിയിട്ടുണ്ടല്ലോ. മാല 2 ലോക്കറ്റാണോ? അതെങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിട്ട് ഗ്യാപ്പ് വന്നതനുസരിച്ച് കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ. മുത്തായിട്ട് ലോക്കറ്റായിട്ട് ഓർണമെൻറ്റ്സിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് എങ്ങനെയാണോ അവിടെ ഭംഗിയായിട്ട് തോന്നുന്ന ആ രീതിയിലങ്ങ് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ആരോ എന്തോ ചോദിക്കണ്ടായിരുന്നല്ലോ. വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോളേ. എന്തെങ്കിലും ഡൗട്ട് നമ്മളിത് ഈ ഒരു ഗ്യാപ്പ് കിടക്കുന്ന ഭാഗത്ത് മ്യൂറൽ റെഡ്, സാപ്പ് ഗ്രീന്, പിന്നെ വീണ്ടും മ്യൂറൽ റെഡ് കേട്ടോ അങ്ങനെ കൊടുത്തെടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇടയ്ക്ക് നമ്മുടെ അരപ്പട്ട വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടോ. ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ലൈറ്റായിട്ട് ലൈറ്റ് ഗ്രീൻ ചെയ്ത് സാപ്പ് ഗ്രീൻ വെച്ചാണ് ഷെയ്ഡ്സ് കൊടുത്തിട്ടുള്ളത്. കാല് കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യണം. അത് ഞാൻ മ്യൂറൽ റെഡ് കൊണ്ട് വരച്ച് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഇത് വേതാളത്തിൻ്റെ കൈയെടുത്ത് പുറത്തിട്ടു, അല്ല അടിയിൽ കൂടെ വെച്ചു. നമ്മൾ നേരത്തെ പുറത്തായിരുന്നു, ഇപ്പം ഞാൻ പടത്തിൽ താങ്ങി പിടിക്കുന്നതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ഒരു ഈ വെള്ളമാല എന്ത് ചെയ്യണം മാം? വലിയ മാല അതിപ്പം ചെയ്യും, നമ്മളിപ്പം ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം സമയമില്ലാത്തതുകൊണ്ട് ഒരു ഷെയ്ഡ് ഇട്ട് പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് നമുക്കതങ്ങ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് മാല തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ബ്ലൂ കുറച്ചല്ലേ യൂസ് ചെയ്യുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലും ബ്ലൂവിലോട്ട് പോകാം കേട്ടോ. ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലോട്ട് പോകാം. അതെല്ലോ ബ്ലൂ തന്നെ അതെല്ലോ ബ്ലൂ തന്നെ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സെറൂലിന് ബ്ലൂവോ അങ്ങനത്തെ ബ്ലൂ എടുക്കാം കേട്ടോ. കൊബാൾട്ട് ബ്ലൂവോ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്ന ബ്ലൂ എടുത്തിട്ട് എടുക്കാം കേട്ടോ. ഈ റോസ് പൂവിൻ്റെ ഒന്ന് ഫ്ലവർ വരച്ചിടാൻ പറഞ്ഞാൽ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഓർമ്മിച്ചേട്ടോ. ഇപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ വെറുതെ റൗണ്ടായിട്ട് തന്നെ പോകണം. ഒരു അതായത് താഴെ ഒരെണ്ണം ഇങ്ങനെ സി പോലെ വന്ന് അടുത്ത് രണ്ടും കുറച്ച് കയറ്റിയിട്ടാണ് കണ്ടോ. കുറച്ച് വീതിക്കാണ് വരയ്ക്കുന്നത്.
ഈ ഭാഗം ചെറുതായിട്ട് വരച്ച് അടുത്ത് താഴോട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ കാണാമല്ലോ. ഭയങ്കര തിന്നായിട്ടല്ല, കുറച്ച് ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു 5 പൂ വരച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിടാം. കുറച്ച് വിട്ടിട്ട് വീണ്ടും കളർ മിക്സിങ് പതല്ലോ ബ്ലൂ ആണ് ഞാൻ എടുത്തത്. പതല്ലോ അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ, ഒറ്റ ബ്ലൂ കേട്ടോ. കുറച്ച് വൈറ്റ് വേണ്ട, കുറച്ച് വെള്ളം ചേർത്താണ് കളർ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഔട്ട്ലൈനിങ്ങിലാണ് പോണത്, ഫില്ലിങ് അല്ല. നമുക്ക് ചെറിയൊരു ഷെയ്ഡ് കൂടെ കൊടുത്ത് പോകാം കേട്ടോ. മാം ഇങ്ങനെ കൊടുക്കണത് മുല്ലപ്പൂവായിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലയും അരളിപ്പൂവും റോസ് ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെയാണ്. ഈ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ എന്താണ് നീളമുള്ള പൂക്കളൊക്കെ വരത്തില്ലേ, വെള്ള കളർ വരുന്ന പൂക്കളാണ് കൂടുതലും ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്നത്. അടുത്ത് വെള്ളയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത പൂക്കൾ നമ്മൾ വെള്ളയും കൂടെയാണ്. ഇതിനകത്ത് നമുക്കൊരു ചെറിയ വയലറ്റ് കളറോ എന്തെങ്കിലും കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡെക്കറേറ്റീവ് പൂക്കൾസാണ് ഈ മ്യൂറലിൽ. അത് ഒന്നും റിയലിസ്റ്റിക്കുമായിട്ട് വലിയ സാമ്യമില്ല. പക്ഷെ നമ്മളത് കുറച്ച് കഴിയുമ്പോൾ ഈ താമരപ്പൂ എന്നൊക്കെ പറയുമെങ്കിലും താമരപ്പൂവിൻ്റെ ശരിക്കും സിമുലേഷൻ ഇല്ല. ബ്ലൂ പിന്നെ ബാക്കി ഇവിടെ പല കളർ ഹാരം വന്നതുകൊണ്ട് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ പേരിങ്ങനെ സാരി മ്യൂറലിന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഉടനെ തുടങ്ങണമെന്ന് കരുതിയതാണ്. പിന്നെ പരീക്ഷയൊക്കെ ആയതുകൊണ്ടങ്ങ് മടിച്ചതാണ് കേട്ടോ. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, വിഷു സ്പെഷ്യലായിട്ടേ. മാം ഇപ്പൊ ഇത് ലാസ്റ്റ് സപ്പർ ചെയ്തല്ലോ, കുറെ ആൾക്കാരുണ്ടല്ലോ, അത് അതേപോലെ കുറെ ആൾക്കാരായിട്ട് എന്തെങ്കിലും പിക്ചർ വന്നിട്ടുണ്ടോ മാം? നമ്മൾ ഏപ്രിലിൽ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സാരി മ്യൂറൽസിന് നല്ല രസമുള്ള ഒരു ഫിഗറാണ്, ഡാൻസിങ് ഫിഗറാണ് എടുക്കുന്നത് കേട്ടോ. സാരി മ്യൂറൽസിൻ്റെ വരുന്നത് ഒരു 6-7 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്, ഡീറ്റെയിൽ ആണ്. പിന്നെ കണിക്കുന്നയും ഡാൻസിങ് ഫിഗറുമാണ്. വെറൈറ്റി കോമ്പിനേഷനാണ്. നമുക്ക് പെട്ടെന്ന് ആരും അധികം ഉപയോഗിക്കാത്ത, ക്യാൻവാസിൽ ചെയ്യുന്നവർക്ക് ക്യാൻവാസിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ അതൊരു വെറൈറ്റി ആയതുകൊണ്ട് സാരീസിലെ കളർ സാരീസിലൊക്കെ ചെയ്ത് നമ്മൾ വെള്ളയിൽ ചെയ്തിട്ടേ
എടുത്താലും ഒരു ഭംഗിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാനൊന്ന് ആക്കിയിട്ട് സ്കെച്ച് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് വർക്കുകളുടെ ഓർഡർ ഇപ്പോൾ ഈ മാർച്ച് മാസം ആയതുകൊണ്ടേ ഞാൻ കൂടുതലും റിട്ടയർമെൻറ്റ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് പോർട്രേറ്റ് ചെയ്ത് കൊടുക്കും, ഫോട്ടോ വരച്ച് കൊടുക്കും. അപ്പം അങ്ങനെ കുറേ ഫോട്ടോ എല്ലായിടത്തും മെയ് 31 വരെ ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ഓർഡറുകളുണ്ട് ഈ ഫോട്ടോ വരച്ച് കൊടുക്കാനും. ഞാൻ തിരക്കിലായിപ്പോയി. മാം ഇതൊന്ന് ആലോചിക്കണേ മാം, ശ്രീനിവാസ കല്യാണോ അല്ലെങ്കിൽ ശിവനും പാർവതിയായിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം അങ്ങനെ നോക്കാം. ക്യാൻവാസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇപ്പോൾ കുറച്ച് നാളായി കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അല്ലെങ്കിൽ വൃന്ദാവനമൊക്കെ ഏതെങ്കിലും നല്ലൊരു ടോപ്പിക് നോക്കിയിട്ടേ മാം എനിക്ക് പേഴ്സണലി ഇട്ടാൽ മതി. ഏതെങ്കിലും ടോപ്പിക് നോക്കിയിട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ലൈവ് വർക്ക്ഷോപ്പ് ട്രിവാൻഡ്രത്ത് 2-3 തീയതികളിൽ ചെയ്യുന്നുണ്ട്. സാരിയുടെ തന്നെ ലൈവ് എറണാകുളത്ത് ഞാൻ സ്പേസ് നോക്കി, പക്ഷെ എനിക്കൊന്നും ഹോളൊന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ ഒരെണ്ണം നോക്കുന്നുണ്ട് ഒരു വർക്ക്ഷോപ്പിന്. ഒരുപാട് എൻക്വയറീസ് വന്നതാണ്. എന്നാണ് ലൈവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കളറിങ്ങുകളിലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നമുക്കത് ഡയറക്റ്റ് പിക്ചേഴ്സിലെ ഫേസ് ആയാലും നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓൺലൈനിൽ ചെയ്യുന്നതിനേക്കാളും ലൈവിൽ കുറച്ചുകൂടെ നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കളർ യൂസ് ചെയ്യുന്നത്, ബ്രഷ് യൂസ് ചെയ്യുന്നതൊക്കെ ലൈവ് നമുക്ക് കണ്ട് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. നമ്മളതിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് ലൈവിൻ്റെ പ്രശ്നം ഇപ്പം നമ്മൾ വളരെ ചെറിയ റേറ്റുകളിൽ കോഴ്സുകൾ കൊടുത്തിട്ടെ ലൈവിൽ നമുക്ക് ആ ഒരു ഹോൾ റെൻറ്റും മറ്റെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചെറിയ റേറ്റിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ റേറ്റിലൊക്കെ ആളെ കിട്ടാനും പാടാണ് ഇപ്പം വലിയ റേറ്റുകളിലേ. ഇതെന്ന് പറയുമ്പോൾ ചെറിയ റേറ്റ് ആയാലും നമ്മൾ വീടിനകത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു ചെവിപ്പൂ വരച്ചിട്ടുണ്ടായിരുന്നേ. ചെവിപ്പൂ ഒരെണ്ണത്തിന് യെല്ലോ ഇട്ട് പോയി, ഒരെണ്ണത്തിന് പ്രഷ്യൻ ബ്ലൂ ആണ് ലൈറ്റായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെവിപ്പൂവിന് കേട്ടോ പ്രഷ്യൻ ബ്ലൂ ലൈറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ യെല്ലോ ഇട്ടതിന് സാബ് ഗ്രീൻ വെച്ചത് ഇപ്പം ചെറിയൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ വളരെ ലൈറ്റായിട്ടാണ് ഇട്ടത്. ഇവിടെയൊക്കെ പതല്ലോ ബ്ലൂ വന്നുകൊണ്ടാണ് അതിൽ പ്രഷ്യൻ ബ്ലൂ ഇട്ടത്. കുറച്ച് കളറ് ഭംഗിയായിട്ട് വരട്ടെ എന്ന് വെച്ചു. ചെവിപ്പൂ മഞ്ഞയാണോ? മഞ്ഞ കൊടുത്തിട്ട് അതിലാണ് ഇപ്പം മഞ്ഞ കൊടുത്തിരിക്കുന്നതിനാണ് സാബ് ഗ്രീൻ കൊടുത്തത് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റ് ഗ്രീൻ കൊടുത്തിടത്തൊക്കെ സാബ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള കൊടുക്കുന്നിടത്ത് നമ്മളെപ്പോഴും ഷെയ്ഡ് കൊടുക്കുന്ന കളേഴ്സ് ഒന്ന് യെല്ലോ ആണ് കൂടുതലും. വൈറ്റ് ഫ്ലവേഴ്സിനൊക്കെ ഷെയ്ഡ് കൊടുക്കുന്നത് നമ്മളിവിടെ കൊടുത്തതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ ഈ ബ്രൗണും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുന്ന കളർ, അതായത് ഒരു ബ്ലാക്ക് പോലത്തെ ഗ്രേ കളർ വരും. ബേൺസിനെയും പ്രഷ്യൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുന്നൊരു കളറാണ് കേട്ടോ. പ്രഷ്യൻ ബ്ലൂവും 2 ഡ്രോപ്പൊക്കെ എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ബൺസീനെ എടുത്താൽ നല്ല പോലെ, പക്ഷെ നമുക്കത് വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം ചേർത്താലേ നമുക്കത് വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ കളറാണ് ഞാനിപ്പം ഈ ഒരു ഇടയ്ക്കുള്ള വൈറ്റിൽ യൂസ് ചെയ്യുന്നത്. പ്രഷ്യൻ ബ്ലൂവും ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷെ വളരെ ലൈറ്റായിട്ട്. കണ്ടോ? പ്രഷ്യൻ ബ്ലൂ പിന്നെന്താ ഉള്ളത്? 2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ എടുക്കുമ്പോൾ 1 ഡ്രോപ്പൊക്കെ നമ്മൾ ബേൺസീന എടുത്താൽ കേട്ടോ. പക്ഷെ നല്ലപോലെ വെള്ളം ആഡ് ചെയ്യണം. നമുക്ക് ഈ കളർ ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് എഫക്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു ചെറിയ ലൈറ്റ് ഗ്രേ വരാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ഈ വൈറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ കൂടുതലും ചെയ്യുന്ന യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നമുക്ക് ചില ഭാഗങ്ങളിൽ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഗ്രേ യൂസ് ചെയ്തത് കേട്ടോ. ഗ്രേയും കൊടുക്കാറുണ്ട് നമ്മൾ ഡ്രസ്സുകൾ ചെയ്യുന്ന സമയത്ത്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവർക്ക് മനസ്സിലാവും, കാരണം ഒരുപാട് കളറിൻ്റെ ഷെയ്ഡിങ്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അതിനകത്ത് ഒരുപാട് ഓർണമെൻറ്റ്സ് വരാത്തത് കൊണ്ട് നമുക്കതിനകത്ത് ഓരോ കളർ, ഇപ്പോൾ വെള്ളയുടെ കോമ്പിനേഷൻസ് ഏതൊക്കെ കോമ്പിനേഷൻസ് വരും, യെല്ലോയ്ക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ക്യാൻവാസ് പെയിൻറ്റിങ് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കളർ കോമ്പിനേഷൻ്റെ ഡീറ്റെയിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ഷെയ്ഡ്സുകൾ ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തെ ക്ലാസ്സസിൻ്റെ ഒരു ചെറിയ പിക്ചറാണെങ്കിൽ മാക്സിമം കോമ്പിനേഷൻ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ, നിങ്ങളൊരു ചിത്രം ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ല ഇതിപ്പോൾ ഞാൻ ഡാർക്കായിട്ട് ചെയ്തപ്പോൾ കണ്ട ബ്ലാക്ക് പോലെ ഇരിക്കുന്നത്, നല്ലപോലെ വെള്ളം ചേർത്തില്ലെങ്കിൽ ഇതൊരു ബ്ലാക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മുടിയിലൊക്കെ പൂവിനൊക്കെ ഡിസൈൻ കൊടുക്കൂലേ, ആ ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ മാം? ഇതിന് കൊടുക്കാം. അതായത് തണ്ട് ചെറുതാക്കി കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. നമുക്ക് വേറെ വേറെ കളേഴ്സുകളൊക്കെ മാറ്റിയൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ബാക്കി റെഡിൻ്റെയൊക്കെ ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബ്ലാക്ക് എഴുതുമ്പോഴേ ഈ ഹാരം കൂടെ അങ്ങ് ഡാർക്കായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ വൈറ്റ് വരുന്നൊരു ഷെയ്ഡ് ഇട്ടത് കേട്ടോ. ഇത് പെട്ടെന്ന് എനിക്ക് ഏത് നമ്മുടെ സ്റ്റുഡൻറ്റ് ഇപ്പോഴാരാ ജോയിൻ ചെയ്തേ? ഇപ്പം ആരാ ജോയിൻ ചെയ്തേ? പേര് പറയൂ. ഗീതയാണോന്ന് സംശയം. യുവർ സെൽഫ് എന്ന് ഗീത മാം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാരം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ 2 ഇതുണ്ട്, അത് നമ്മൾ ക്രോമല്ലോ തന്നെ കൊടുക്കണം കേട്ടോ. ക്രോമല്ലോ നന്നായിട്ട് ആ ഒരു ഭാഗത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിന് മുമ്പ് ഓറഞ്ചാണ് ചെയ്യുന്നത്, അത് യെല്ലോ മാത്രം വച്ചിട്ട് ചെറിയൊരു സർക്കിൾ രൂപത്തിൽ ചെയ്യാന്ന് വെച്ചിട്ട് ക്രോമല്ലോ ആണ് കേട്ടോ. വേദാളത്തിന്റെ ബാക്കിലുള്ള പാർട്ടിൽ കൊടുത്തത് മാം ഏത് കളറായിരുന്നു?
ഇവിടെ ഈ അവിടെ ക്രോമെല്ലയുടെ താഴത്ത് അല്ല, ഈ ക്രോമെല്ലയുടെ താഴത്തുള്ള മാലയില്. അത് യെല്ലോ കൊടുത്തിട്ട് ക്രോമല്ലോ കൊടുത്തിട്ട് നമ്മൾ ഓറഞ്ച് വെച്ച് പൂക്കൾ വരയ്ക്കുകയാണ്. ഓക്കെ, ചെത്തിപ്പൂ മാതിരി അല്ലേ? ആ പൂവ്. ഇവിടെ മുത്തുകള് പേൾസുകൾ മ്യൂറൽ റെഡ് മാത്രം വെച്ച് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാലയിൽ ഒരു പേള് കാണിച്ചിട്ട് ബാക്കി യെല്ലോ കൊടുത്ത് റെഡ് വെച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നോട് എനിക്ക് തോന്നുന്നു മുത്ത് മ്യൂറൽ റെഡ് വെച്ച് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ഫില്ലൊന്നും ചെയ്തിട്ടില്ല. ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കാണുന്ന ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടില്ല, വൈറ്റ് തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ യെല്ലോ കൊണ്ട് വരച്ചില്ലേ, ആ ഒരു ഔട്ട്ലൈൻ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തൂടെ മ്യൂറൽ റെഡ് വെച്ച് അങ്ങ് ഔട്ട്ലൈൻ വരച്ചു കേട്ടോ. ഇവിടെ ചുറ്റും ഒരു യെല്ലോ കൊടുത്തിട്ട് റെഡ് തൊട്ട് കൊടുത്തിട്ട് താഴെ ഒരു മാല വന്നില്ലേ, നടുക്കൊരു മുത്ത് തന്നെയാണ് കൊടുത്തത് കേട്ടോ. ഞാനിവിടെ ചുണ്ട് വരച്ചിട്ട് ശരിയായില്ല, അതുകൊണ്ട് വലത്തെ കൈയിന്റെ താഴെയുള്ളത് മുടി തന്നെയല്ലേ? നോക്കാവേ, ഒരു മിനിറ്റ്. ഇവിടെയാണോ? അതിന്റെ അടിയില് അതിന്റെ അടിയിൽ ഒരു ചെറിയ ഭാഗം വരുന്നുള്ളൂ. ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം കേട്ടോ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം. കൈയല്ലല്ലോ അല്ലേ? കൈയല്ല, ഇതാണോ? അതൊരു വള കൊടുക്കാനേ പറ്റുള്ളൂ. കൈയുടെ ഭാഗമാണ് വരേണ്ടത്. മുടിയോ നമുക്ക് കൈയുടെ ഒരു ചെറിയ ഓറഞ്ചാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ്, മുടിയാക്കി കൊടുത്താലും മതി. മാം പരിചയ്ക്കും ഡിസൈൻ കൊടുത്തു അല്ലേ? കൊടുത്തു. ഇത് നമ്മുടെ എന്തോന്നോ ഐരാവതം എന്ന് പറയില്ലേ, മറ്റേ വാളിന്റെ തന്നെ ഒരു സാധനമാണ്. മ്യൂറലിൽ കൂടുതൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ചെറിയ ഒരു ഡിസൈൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് ഫില്ലാവാൻ വേണ്ടിയാണ്. ചില ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടിരുന്ന് അതിനകത്ത് കാണാൻ ഒരു ഭംഗി കാണത്തില്ല കേട്ടോ. അപ്പോൾ അത് ഫില്ലാവാൻ വേണ്ടി ചെറിയ ഡിസൈൻസ് കൊടുക്കുന്നതാണ് നമുക്ക്. പിന്നെ ചില ഭാഗങ്ങൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻസ് കൊണ്ടും കവർ ചെയ്യും കേട്ടോ. കാരണം ഈ ഒരു ബോഡി ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സാധനങ്ങളെല്ലാം ഡിസൈൻസ് കൊണ്ടും കവർ ചെയ്ത് വരുന്നത്. കുറേ ഇങ്ങനെ തോന്നിക്കുന്ന ഓരോരു ഫീല്. പിന്നെ വേറെ പാട്ട് ഇതിൻ്റെ ദീപത്തിന് നമ്മൾ ഡയറക്റ്റ് യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ശകലം മ്യൂറൽ റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് വെച്ച് കൊടുക്കാം കേട്ടോ. മ്യൂറൽ റെഡ് അല്ലെങ്കിൽ ഫ്ലെയിമിന് തീക്കില്ലേ. അപ്പോൾ ചെറിയൊരു ഇത് നമ്മൾ യെല്ലോ ക്രോമെല്ലോ കൊടുത്തിട്ട് മുകളിൽ ആ യെല്ലോ ഞാൻ കാണിക്കണം. താഴെ മാത്രം ചെറിയൊരു ഓറഞ്ച് അല്ലെങ്കിൽ മ്യൂറൽ റെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു ഇതിലുണ്ട് ഇവിടെ മാത്രം. ഫോട്ടോ ഇടുമ്പോ ക്ലിയർ ആയിട്ട് ഇല്ല. ഇന്ന് പകലിരുന്നാണ് കുറേ ചെയ്തത് കേട്ടോ. കുറേ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ ചാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒത്തിരി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. കുറച്ചല്ലേ അന്ന് പേപ്പറിൽ ഇതിനും കൂടെ ചെയ്തുകൊണ്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അതാണ് ഞാനന്ന് ക്ലാസ് ടൈമിൽ ആദ്യത്തെ ക്ലാസ്സിൽ പേപ്പറിലല്ലേ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ ക്യാൻവാസിനും കൂടെ ആയപ്പോൾ രണ്ടും കൂടെ കംപ്ലീറ്റ് അല്ലാതെ കിടന്നു. എനിക്കൊന്ന് നമ്മൾ പെട്ടെന്ന് 2-3 പേരിനെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു ആറ്റുകാൽ. എന്നിട്ട് അവർ ചെയ്തുമില്ല, സാരിയിലൊന്നും ചെയ്യാനുള്ള സമയം അവർക്കൊന്നും കിട്ടിയില്ല, തുടങ്ങിയില്ല ആരും. വളരെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കാവേ, കാണാമല്ലോ. ഇതിന് ഞാൻ ആ മുകളിലത്തെ ഭാഗം യെല്ലോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൊടുത്തില്ലേ ആ ഭാഗം. എനിക്ക് അതിനകത്ത് കുറച്ച് സ്പേസ് വന്നുകൊണ്ട് ഞാൻ അതിനെ ചെറിയ ആ ഡിസൈനിൽ ഭംഗം വരാതിരിക്കാൻ ചെറിയ ചെറിയ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തെടുത്താലും മതി.
ഇപ്പം മ്യൂറൽ റെഡ് വെച്ച് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് ലയിപ്പിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതായത് നമ്മൾ ക്രോമെല്ലോ കൊടുത്ത് ഫില്ല് ചെയ്തിട്ട് മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ച് ശകലം വെള്ളം വെച്ച് ഒന്ന് ലയിപ്പിച്ചെടുത്താൽ മതി ആ ഒരു ഡിസൈൻ. എനിക്കിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ആ ഡിസൈൻ ചെറിയ രീതിയിലൊന്ന് ആക്കിയെടുത്തതാണ് കേട്ടോ. പാമ്പ് പറയാവേ, പാമ്പ് ഫുള്ള് ചെയ്തില്ല. പാമ്പിൽ നമ്മളിത് ഈ ഭാഗത്ത് ലൈറ്റ് ബ്ലൂ ആണ് താഴെ കൊടുത്തത് കേട്ടോ. ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് വൈറ്റ് കളർ ഓൾറെഡി ഉണ്ട്, നമുക്ക് വൈറ്റ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ അവിടെ കാണിക്കാം. വൈറ്റ് കളർ ചെയ്തതിന് ശേഷം ലൈറ്റ് ബ്ലൂ വെച്ച് ഷെയ്ഡ് കൊടുക്കുക അടിയിലത്തെ ഭാഗം. എന്നിട്ട് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊബാൾട്ട് ബ്ലൂ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്ലൂവിനെ നല്ലപോലെ വെള്ളം ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലൂ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു ഭാഗത്ത് സാബ് ഗ്രീനാണ് ചെയ്തത്, മുകളിലായിട്ട് സാബ് ഗ്രീനാണ് ചെയ്തത്. ഇപ്പോഴും വീണ്ടും നമ്മൾ ഫസ്റ്റ് കോട്ട് സാബ് ഗ്രീൻ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോട്ട് സാബ് ഗ്രീൻ വെച്ച് അതൊന്ന് ഡീറ്റെയിൽ ചെയ്താൽ മതി കേട്ടോ. സാബ് ഗ്രീൻ തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. ഒന്നിൻ്റെ പുറത്തുകൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും. പാമ്പിന്റെ താഴത്തെ ഭാഗം ബ്ലൂ കൊണ്ട് ബോർഡർ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ, എന്നിട്ട് ലൈറ്റ് അല്ലേ? ലൈനും മ്യൂറൽ റെഡ് തന്നെയല്ലേ? അതെ അതെ അതെ, നമ്മൾ ഔട്ട്ലൈൻ മ്യൂറൽ റെഡ് കൊണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഔട്ട്ലൈന് മ്യൂറൽ റെഡ് ഉണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ ഷെയ്ഡാണ് കൊടുക്കുന്നത്. സാബ് ഗ്രീൻ ഒരു സൈഡൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. നടുക്കൊരു ലൈറ്റ് ഗ്രീൻ, ആ ഒരു സാബ് ഗ്രീൻ്റെ ലൈറ്റ് ഉണ്ട് കണ്ടോ. ലൈറ്റ് ഗ്രീൻ സാബ് ഗ്രീൻ്റെ ലൈറ്റ് ഉണ്ട്, പക്ഷേ ഓൾറെഡി ഒരു സൈഡൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നു സാബ് ഗ്രീൻ വെച്ച് കേട്ടോ. താഴെ ഒരു ചെറിയ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും പിന്നെ മ്യൂറൽ റെഡിൻ്റെ ഇതൊന്ന് ബ്ലാക്ക് എഴുതുമ്പോൾ രസമായിരിക്കും കേട്ടോ. കൂടുതൽ അതിനകത്ത് ഡീറ്റെയിൽ വേണ്ട. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവാം. മാം അതിനെ ആ ഗ്യാപ്പിനെ മാം ഈ ആരോ ഇട്ടിട്ട് ഫില്ല് ചെയ്തു അല്ലേ? ഈ പോലെ കൊടുത്ത് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ബ്ലാക്ക് കൂടെ കൊടുക്കുക, അപ്പോൾ അത് ഒരു ഭംഗിയുള്ള ഡിസൈനായിട്ട് തോന്നും കേട്ടോ. ജസ്റ്റ് ഒരു വി പോലെ കേട്ടോ. ഞാനത് ഉള്ളി കൊടുത്തു. ആ കുഴപ്പമില്ല, ഞാനവിടെ വൈറ്റ് കിടന്ന് പ്യുവർ വൈറ്റ് ആയിട്ട് ഇടണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഡിസൈൻ കൊടുത്തത് കേട്ടോ. ഓക്കെ. ഇനി ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ ഓൾറെഡി ഓറഞ്ച് കളറാണ് കേട്ടോ. ഓറഞ്ച് ഇല്ലെങ്കിൽ ക്രോമല്ലയും സ്കാർലറ്റ് റെഡോ വെർമിലിയൻ റെഡോ ഏതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓറഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വളരെ ലൈറ്റായിട്ട് കുറച്ച് വലിയ ബ്രഷ് എടുക്കണം. വെള്ളം നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ. വലിയ ബ്രഷ് യെല്ലോ കൊടുത്ത് ലൈറ്റ് ആയിട്ടാണോ കൊടുക്കേണ്ട ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട്? ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ് കവർ ചെയ്ത് വരണം കേട്ടോ. ഓറഞ്ച് ഓറഞ്ച് നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് നമ്മൾ ആദ്യം നമ്മളിത് ഈ ഓറഞ്ചിന് ബോർഡറിലാണ് കൊടുക്കുന്നത് കേട്ടോ. 4 സൈഡിലും ആ ബോർഡറിലായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഇപ്പോൾ ഓറഞ്ച് വച്ചു. അടുത്ത് ഞാനിത് വെള്ളമാണ് എടുത്തത് കേട്ടോ. വെള്ളം ഉണ്ടോ, വെള്ളം നമ്മളിതായി നന്നായിട്ട് അടുത്ത് വീണ്ടും ഞാൻ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിന് വെള്ളമാണ് കുറച്ചുകൂടെ ലൈറ്റ് ചെയ്ത് കൊണ്ടുപോകണത് കേട്ടോ. എൻ്റെ വെള്ളം അത്ര ഫ്രഷ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം മാറ്റിക്കോട്ടെ. ഇവിടെ ഓറഞ്ച് നമ്മൾ ചെയ്തിട്ട് ഈ വെള്ളം വെച്ച് തന്നെ മാക്സിമം ഇപ്പോൾ ഇത് ഞാനൊരു കോട്ട് ചെയ്ത് ഇനി ഓറഞ്ചിൽ തൊടുന്നില്ല, ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ നന്നായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞ കുറച്ച് ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങനെ ലയിച്ച് വരണം.
ആ മഞ്ഞയിലോട്ട് അധികം ലയിച്ച് വരണം. ഓറഞ്ച് നമ്മളിപ്പോൾ അറ്റത്താണ് കൊടുത്തത് കണ്ടോ. അപ്പോൾ അവിടെ ഒരു യെല്ലോയാണ് കൂടുതൽ നിൽക്കുന്നത്. ഈ അറ്റത്ത് മാത്രമാണ് നമുക്ക് ഒരു ഓറഞ്ച് ഉണ്ട്. ഇവിടെ നല്ല നല്ല ഡാർക്കായിട്ടാണ് ഓറഞ്ച് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ല ഡാർക്കായിട്ട് ഓറഞ്ച് കളറ് നല്ല തിക്കായിട്ട് ഓറഞ്ച് നമ്മൾ ചെയ്തിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കും. ആ കളറിനെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കും. വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കും. അതിനൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് കോട്ടിങ്ങിന് നമ്മൾ ഫുള്ളായിട്ട് 4 സൈഡിലും ചെയ്യും. ഈ യെല്ലോ എപ്പോഴും ചെയ്ത് നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്സുകൾ ചെയ്യാൻ കേട്ടോ. നമ്മൾ ഒരു കളർ ഉണങ്ങാതെ അതിൻ്റെ പുറത്ത് വേറെ കളർ വയ്ക്കരുത്. എങ്കിൽ 2 കളറും കൂടെ അങ്ങ് സ്മജ്ജായി പോവും. നമുക്ക് ആ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. ആ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ഏതൊക്കെയായിരുന്നു മാം? ക്രോമല്ലോ ലെമണല്ലോ കൂടെ മിക്സ് ചെയ്തത്. ക്രോമല്ലോ 2 ഡ്രോപ്പ് എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ലെമണല്ലോ എന്നുള്ളത് കേട്ടോ. കുറച്ച് ലൈറ്റായിട്ട് ഇത് നമ്മൾ ഈ ബ്ലാക്ക് ഒക്കെ എഴുതി വരുമ്പോഴേ പിക്ചറൊന്ന് ഡാർക്കായിട്ട് വരികയും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റായിട്ട് വരികയും ചെയ്യുമ്പോൾ അത് കുറച്ചിങ്ങനെ ഒരു പ്രകാശത്തിലിരിക്കുന്നൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല പ്രകാശത്തിൽ ഇരിക്കുന്നൊരു ഫീൽ. അതിന് ഒരു ദൈവീകത വരില്ലേ, ഒരു മണ്ഡലം പോലെ അങ്ങനെ വരുന്നു. ആ ഒരു പ്രകാശം നമുക്ക് ഫീലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരുപാട് കളേഴ്സുകൾ അപ്ലൈ ചെയ്യാത്തത്. ഇതിൽ നമ്മൾ വീണ്ടും ഈ ഓറഞ്ച് ഇരിക്കുന്ന ഭാഗം വീണ്ടും ഡാർക്ക് ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് വലുതായിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ചെയ്യുന്നത്? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. മാമിന് ഇത് റൗണ്ട് ആയത് കാരണമല്ലേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇതായിട്ട് തോന്നണേ? നമ്മുടെ റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ മാം? സ്ക്വയറിലാണെങ്കിലും ഞാൻ ജസ്റ്റ് പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. സ്ക്വയറിലായാലും നമുക്ക് ആ ഒരു 4 സൈഡ് കൊടുത്തിട്ട് അതിന് ചുറ്റും നമുക്കിങ്ങനെ തന്നെയാണ് ഒരു ഫീല് വരുന്നത് കേട്ടോ. 4 സൈഡിൽ നമ്മൾ ആ കൊടുക്കുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് കൊടുത്തിട്ട് കൊടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് റൗണ്ട് ആക്കണോ ചോദിക്കാനായിരുന്നു. റൗണ്ട് ആക്കണമെന്നില്ല, സ്ക്വയറിലായാലും മതി. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റും ഒരു ചെറിയ റൗണ്ട് പോലെ കാണിച്ചിട്ടേ വേണമെങ്കിൽ കാണിക്കാം. എങ്കിൽ അതിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അപ്പുറത്തുള്ള ഭാഗം നല്ലപോലെ മ്യൂറൽ റെഡ് വെച്ച് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാനൊന്ന് പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഓർത്തത് മാമിന്റെ റൗണ്ട് ആവുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. സ്ക്വയർ രസമായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു പിക്ചർ സ്ക്വയറില് ചെയ്ത പിക്ചർ ഉണ്ട്. അത് എവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇതല്ല, ഈ തീമല്ല, തീം വേറെയാണെന്നേ ഉള്ളൂ. കൃഷ്ണൻ്റെ ഒരു ഫേസ് അത് ഞാൻ ഇതുപോലെ സ്ക്വയറിലാണ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ മടിച്ചിട്ട് നമ്മൾ ഈ പെട്ടെന്നുള്ള വർക്കുകളില്ലേ, നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുന്ന വർക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടി വരത്തില്ല. ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒരു ചെറിയ പിക്ചറൊക്കെ ചോദിക്കുന്നവരെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതുപോലുള്ള സിമ്പിൾ വേസുകളാണ് കൊടുക്കുന്നത്. ഒത്തിരി കാര്യങ്ങളിലോട്ടൊന്നും പോകില്ല. അത് നമ്മൾ ഓരോ ബഡ്ജറ്റ് ബേസ് ചെയ്തൊക്കെ ആയിരിക്കും ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത് കൊടുക്കുന്നത് നമുക്ക്. പിന്നെ ഞാൻ ഈ ആറ്റുകാല അമ്മയുടേത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേ വിചാരിച്ചതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുകയാണ് എൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു പിക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് പോകും. പിക്ചറിനകത്ത് മാക്സിമം കാര്യങ്ങൾ അതിലത് കൊണ്ടുവരുന്നുണ്ട്. ഒബ്ജക്ട്സുകളൊക്കെ മാക്സിമം ഭാരങ്ങളും അങ്ങനെ ആ ഒരു ഫിഗർ ഫുള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫില്ലല്ല എന്ന് തോന്നുകയാണെങ്കിൽ യെല്ലോ വെച്ച് ലയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ലയിച്ച് വന്നില്ല, ചിലയിടത്ത് ഓറഞ്ച് കൂടിപ്പോയി എന്നൊക്കെ തോന്നണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്രോമെല്ലാം എടുത്തിട്ട്
ഈ അറ്റത്തു നിന്ന് അങ്ങോട്ടൊന്ന് ലയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ടീച്ചറത് ഇപ്പൊ നല്ല ഭംഗിയായി. അല്ലാതെ ചെയ്തു വരുമ്പോ എല്ലാവരുടെയും അങ്ങനെയാണ് കേട്ടോ. അത് നല്ലൊരു എന്താണ് പ്രകാശം മാതിരിയില്ലേ, ഒരു ആ അതെ അതെ, റൗണ്ട് ആയത് കാരണം ഒരു നല്ല ഭംഗിയുണ്ട്. റൗണ്ട് അല്ല, സ്ക്വയർ ആയാലും അത് ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് എഴുതുമ്പോൾ ഭയങ്കര എടുപ്പായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ബ്ലാക്ക് കൂടെ എഴുതുമ്പോഴേ നമുക്ക് അല്ല പെട്ടെന്ന് അപ്പോഴാണ് എനിക്ക് അത് മാമിന്റെ അത് കണ്ടപ്പോഴാണ് അയ്യോ ഇത് റൗണ്ട് ആയത് കാരണം ഇത്ര ഭംഗി ശരിയാവില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞു, സ്ക്വയറിലായാലും അത് ഭംഗിയാണ് കേട്ടോ. ഇതിൽ ഞാൻ വീണ്ടും ഒരു കോട്ട് ഇടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ താഴെ ബ്രൗൺ ഒരു കോട്ട് ഇടും. ഇത് ഉണങ്ങുമ്പോൾ നമുക്കൊരു കോട്ട് കൂടെ ഓറഞ്ച് ചെയ്യാം. എന്നിട്ട് മൂന്നാമത്തെ കോട്ട് നമ്മൾ മ്യൂറൽ റെഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ കൊടുത്തത് എവിടുന്ന് മുതൽ എവിടം വരെ വേണം? അത് നമ്മളിവിടെ ഒരു 2 സൈഡിൽ ഒരു കച്ചവാലൊക്കെ ഇല്ലേ, അത് വരെ കൊടുത്താൽ മതി കേട്ടോ, മുകളിലോട്ട് വേണ്ട. ഇതിപ്പോൾ നമ്മൾ ബ്രൗൺ കണ്ടോ ഒറ്റ കോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ കോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഒറ്റ കോട്ട് കൊണ്ട് ഒരിക്കലും നമ്മളത് ഫില്ല് ചെയ്തെടുക്കത്തില്ല കേട്ടോ. മാം കച്ചവാലിന്റെ ഡിസൈൻ ഒക്കെ ഇത് യെല്ലോ വെച്ചിട്ട് തന്നെയാ ചെയ്തത് അല്ലേ? ഏത് ആ കച്ചവാലിൻ്റെ എല്ലാം യെല്ലോ തന്നെ, യെല്ലോയിൽ ചെറിയ മ്യൂറൽ റെഡ് വെച്ചിട്ട്. ഇതിനകത്ത് അധികം ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്ത് ഒരുപാട് പാറ്റേൺസുകളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇത് രണ്ടാമത്തെ കോട്ടൊക്കെ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക് അതിനൊരു ബ്രൗൺ എഫക്റ്റ് വേണം. ആദ്യം മറ്റേ യെല്ലോ ഉള്ളത് കൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രൗണിൻ്റെ ഷെയ്ഡ് വരില്ല. 3 കോട്ട് കൊണ്ടാണ് ഏതൊരു കളറും ഫില്ലായിട്ട് വരുന്നത് കേട്ടോ. നമ്മളിവിടെ യെല്ലോ ഒറ്റ കോട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രാച്ചസ് വരികയാണെങ്കിൽ ഒരു കോട്ടോടെ യെല്ലോ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മ്യൂറലിലൊക്കെ നമ്മൾ 2 or 3 കോട്ട് കൊടുത്ത് വേണം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ്. ഈ ഒരു ടൈമിങ്ങിനുള്ളിൽ തീർക്കാനുള്ള ഇതുകൊണ്ടേ നമുക്ക് സാരി മ്യൂറൽ സ്റ്റാർട്ടിങ് തീർന്നതാണ്. നമ്മൾ ക്യാൻവാസിലോട്ട് അത് മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു ടൈമിനുള്ളിൽ തീരാത്തത്. സാരി മ്യൂറലിൽ ഇതിൻ്റെ പകുതി ഡീറ്റെയിലിംഗ് ക്ലാസ്സുകളിൽ വരുന്നില്ല കേട്ടോ. ഒറ്റ ഷെയ്ഡ് യെല്ലോ ഇടുന്ന ഒരു മ്യൂറൽ റെഡ് ഷെയ്ഡ്സ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ക്ലാസ്സോ 2 ക്ലാസ്സോ കൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. പക്ഷേ ക്യാൻവാസിൽ വരുമ്പോൾ അങ്ങനെ ഒറ്റ സ്റ്റെപ്സിൽ അടഞ്ഞ് വരത്തില്ല. ഇതൊന്നും ഒറ്റ കോട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് തീർക്കാനായിട്ട് താല്പര്യവുമില്ല. ഒരു പടം ചെയ്യുമ്പോൾ അതാണ് നമുക്ക് ക്ലാസ് ലാഗ് ചെയ്ത് പോയത്, ഉദ്ദേശിച്ച പോലെ തീർക്കാൻ പറ്റാതായത്. നമ്മൾ ആദ്യം മാറ്റുകാൽ സാരിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാണ് ആ ഒരു ക്ലാസ് 2 ക്ലാസ് മാത്രമായിട്ട് പെട്ടെന്ന് തീർക്കാം ചെയ്ത്. പക്ഷേ എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്ത് അവരെല്ലാവരും ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ക്യാൻവാസിൽ പഠിപ്പിക്കുമോ മാമെന്ന് ചോദിച്ചത് കൊണ്ടാണ് പിന്നെ ക്യാൻവാസിലോട്ട് ഞാനും വിചാരിച്ച് സാരിയിൽ വെച്ച് ഞാനിങ്ങനെ വെറുതെ വെക്കണത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ പീസ് വർക്കുകളായതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്ത് പോകാൻ എളുപ്പമാണ്. എൻ്റെ ഇങ്ങനെ ചിത്രങ്ങളെല്ലാം ഇരുന്ന് പോകാം. ഞാൻ പൊതുവെ മ്യൂറലൊന്നും ഇങ്ങനെ ആഡ് കൊടുക്കാറുമില്ല, സെയിൽ ചെയ്യാറുമേ ഇല്ല. അങ്ങനെ എക്സിബിഷൻസിനും അധികം വയ്ക്കാറില്ല. അപ്പം ഇഷ്ടംപോലെ ചിത്രങ്ങളായി ഇപ്പം അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുള്ള പരിപാടികൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് കോട്ടാണ്. സെക്കൻഡ് കോട്ട് ഒരു ഇതൊന്നും ഫില്ലായിട്ടില്ല. ഇവിടെ നമുക്ക് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ട് നമ്മൾ എപ്പോഴും അടുത്ത കോട്ടിലോട്ട് നമുക്ക് ചെയ്യാവൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് മാം. എഴുതി വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫോട്ടോ മാതിരി ഉണ്ടാവും. ഈ ഒരു യെല്ലോയിൽ ഞാൻ മ്യൂറൽ റെഡ് ഉപയോഗിച്ച് ചെറിയൊരു റൗണ്ട് കേട്ടോ കൊടുക്കുകയാണ്. മ്യൂറൽ റെഡായിരുന്നു കേട്ടോ. നമ്മൾ താഴെ ഓറഞ്ചാണ് ചെയ്തിരിക്കുന്നത്, ഇത് മ്യൂറൽ റെഡ് വെച്ചാണ് ചെയ്തത് കേട്ടോ. എല്ലാ ഭാഗങ്ങളും നമ്മളത് ചെയ്തിട്ടുണ്ട്. ചന്ദ്രന് മാത്രമാണ് കളർ വൈറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലായിടത്തും ഇവിടെ ഒരു കോട്ട് കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് കൂടെ നമ്മൾ ഓറഞ്ച് തന്നെ ചെയ്യും കേട്ടോ. ഓറഞ്ച് തന്നെ ചെയ്തിട്ട് പിന്നെ മൂന്നാമത്തെ കോട്ട് മ്യൂറൽ റെഡാണ് അറ്റത്ത് മാത്രം വരുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് എഴുതാൻ പോവുകയാണ്. സിംഹാസനത്തിലൊക്കെ ബ്ലാക്ക് എഴുതണോ? ഇതിനകത്ത് നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ, അതായത് ഓർണമെന്റ്സ് അങ്ങനെയുള്ളതൊന്നും ബ്ലാക്ക് എഴുതാൻ നിൽക്കണ്ട കേട്ടോ.
ആ തീരെ ചെറുതായിട്ട് വരുന്ന ഓർണമെൻറ്റ്സുകളൊന്നും എഴുതണ്ട. പിന്നെ ഈ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഡിസൈൻസുകളൊന്നും എഴുതണ്ട. പക്ഷേ വൈറ്റ് ഏരിയയിൽ എഴുതുന്നുണ്ട്. ഹാരത്തിന് ബ്ലാക്ക് ഓക്കെ എഴുതണം. മുലക്കച്ച, പിന്നെ കച്ചവാല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്ലാക്ക് എഴുതണം. ഡ്രസ്സിൻ്റെതും വേണമെങ്കിൽ നമുക്ക് ഔട്ടറൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓർണമെൻറ്റ്സിലൊന്നും വരണ്ട. കൈയുടെ ഷേപ്പ് അങ്ങനെയുള്ളതൊക്കെ ബ്ലാക്ക് എഴുതണം. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിലൊന്നും ഈ ബാക്ക്ഗ്രൗണ്ടിലൊന്നും എഴുതണ്ട. ഇതിൻ്റെയൊക്കെ വീണ്ടും ബ്ലാക്ക് ഞങ്ങൾ പോകും. ഔട്ടർ എഴുതണം. ഓരോ സെക്ഷൻസ് ആയിട്ട് വരുന്നതുണ്ടല്ലോ വലിയ ലൈൻസ് എഴുതണം. നമ്മൾ മ്യൂറലിൽ ബ്ലാക്ക് എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് അക്രിലിക്ക് മാത്രമായിട്ട് ട്യൂബ് മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മളെപ്പോഴും നല്ലത് നമുക്ക് സ്മൂത്തായിട്ട് ഓടാൻ നല്ലത് ഫാബ്രിക്കിൻ്റെ ബ്ലാക്ക് കൂടെ ചേർത്ത് എഴുതണതാണ് കേട്ടോ. അഥവാ അക്രിലിക്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫാബ്രിക് കളേഴ്സ് അക്രിലിക് ബോട്ടിലില്ലേ, ബോട്ടിലിൻ്റെ ബ്ലാക്ക് കൂടെ ചേർത്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. എടുത്ത് കാണിച്ചു തരാം. മാം ഇത് ബ്ലാക്ക് എഴുതിയതിനു ശേഷം ഗ്രൂപ്പിൽ ഇടുവോ മാം? ഇടും കേട്ടോ, ഇടുവേ. ഇത് ബോട്ടിലെ ബ്ലാക്കാണ് കേട്ടോ. ബോട്ടിലെ ബ്ലാക്ക് നമുക്ക് കുറച്ച് നല്ലതാണ്. പെട്ടെന്ന് കട്ട പിടിക്കത്തില്ല. മറ്റത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. പെട്ടെന്ന് ബ്രഷ് ഈ അക്രിലിക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ബ്രഷ് ഇതിനകത്ത് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോഴും കുറച്ച് ഗ്ലോസിയും വരുന്നത് നമ്മുടെ ഈ ബോട്ടിൽ കളറൂടെ ചേർക്കുമ്പോഴാണ്. നല്ലതായിട്ട് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ഒരു ഇങ്കിൻ്റെ കട്ടി നല്ല പോലെ ബ്ലാക്കൊക്കെ എഴുതുന്ന സമയത്ത് ഇതുപോലൊരു ബൗളിലോ വല്ല എടുത്തിട്ട് വേണം ബ്ലാക്ക് എഴുതാൻ. ചെറിയ പാലറ്റിലോ ഡിഷിൽ ഞാനിപ്പം പാലറ്റിലൊക്കെ എടുത്ത് കളർ നിങ്ങൾ പഠിപ്പിച്ചത്. കാരണം ഓരോ കളറായിട്ട് പെട്ടെന്ന് ബൗളുകൾ എടുക്കാൻ മടിച്ചിട്ട് ഡിഷിൽ വെച്ചാണ് പഠിപ്പിച്ചത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുമ്പം ചെയ്യരുത് കേട്ടോ. ബ്ലാക്കൊന്നും എഴുതുന്ന സമയത്ത് ചെയ്ത് ബ്ലാക്കൊക്കെ നല്ലപോലെ കളറ് കട്ടി ഇങ്ങനെ ഉടച്ചെടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു കട്ട പോലും ഇല്ലാതെ എടുക്കണമെങ്കിലേ ശരിയാകുള്ളൂ. ബ്ലാക്ക് എഴുതിയാണ് 000 ബ്രഷ്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കാണിച്ച് പോകാം. ആദ്യം ഫേസിൽ എഴുതണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ കച്ചവാലുകളിൽ ഇങ്ങനെ വൈറ്റ് വരുന്നിടത്ത് ചെറിയ വരകൾ വരും കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഇതിൽ നിന്നും കട്ടി കുറച്ച് എഴുതാൻ കേട്ടോ. എനിക്കിതിപ്പം കുറച്ച് കട്ടിയായിട്ട് വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോയി. നമ്മൾ ഒരുപാട് കട്ടി കുറച്ച് വേണം. പിക്ചർ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ബ്ലാക്ക് എഴുതേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. ഈ കച്ചവാല് പോലെ വരുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ബ്ലാക്ക് എഴുതേണ്ടി വരും. പിന്നെ ഡിസൈനിന് വലുതായിട്ട് കവർ ചെയ്ത് ഡിസൈനിന് വൃത്തിയോട് വരാത്ത രീതിയിൽ നമുക്ക് ബ്ലാക്ക് എഴുതാം കേട്ടോ. ബ്ലാക്ക് എഴുതി വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ പിക്ചർ.
ഇതുപോലെ ഇപ്പർ സൈഡും ഒക്കെ വരും കേട്ടോ. ഇതിനകത്ത് ഞാൻ രണ്ട് ഈ ഒരു വരകൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. പക്ഷെ അത് കൊടുക്കാൻ നമുക്കത്ര തിന്നായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുക്കണമെന്നില്ല കേട്ടോ. എത്രത്തോളം നമുക്ക് കട്ടി കുറച്ച് എഴുതാമോ ഹാരമല്ല എഴുതണം കേട്ടോ. പൂമാല എല്ലാം എഴുതിയാലേ ഭംഗി വരത്തുള്ളൂ. ആ ബ്ലാക്ക് എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. എന്താ മാം പറഞ്ഞത്? പൂമാലയിലൊക്കെ ബ്ലാക്ക് ഇട്ട് എഴുതണം. എഴുതണോ? ആ ഓക്കെ. ഇവിടെ വളക്കി എഴുതി. മാം ഡ്രസ് സാരിയിൽ എഴുതി. ആ ഡ്രസ്സിൽ കട്ടി കുറച്ച് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ എഴുതാവൂ. കട്ടി കൂടിക്കഴിഞ്ഞാൽ വൃത്തികേടാണ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വളരെ തിന്നായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളിടത്തേ എഴുതാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കരുത് കേട്ടോ. അത് വൃത്തികേടായി പോകും. ഓക്കെ. ഞാൻ ഇതിൻ്റെ മുഖം കൂടെ എഴുതാം. മറ്റേത് ഞാൻ എഴുതിയിട്ട് ഇടാം കേട്ടോ. ഇതിനകത്ത് മാക്സിമം എഴുതി ഒരു 2 ദിവസത്തിനുള്ളിൽ ഇടാൻ ശ്രമിക്കാം. ഫുള്ളായിട്ട് നിങ്ങളും കഴിയുന്നത് എഴുതുക. ഞാൻ ഇതിൻ്റെ കണ്ണൊന്ന് എഴുതാം കേട്ടോ. കണ്ണ് ഫുള്ളായിട്ട് തലമുടിയൊക്കെ ഒന്ന് എഴുതിയിടാം. ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നു കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ബാക്കിൽ കച്ചവാല ആയതുകൊണ്ടേ അതിനേക്കാളും ഭംഗിയെന്ന് പറഞ്ഞാൽ ഫുൾ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ ദേവിയുടേതായാലും നമ്മൾ ചെയ്യുന്ന അമ്മയുടേതായാലും നമ്മൾ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യുന്നതാണ് ഭംഗി, ഗ്യാപ്പിട്ട് കൊടുക്കുന്നതിനേക്കാളും കേട്ടോ. അതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്താണ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ ബ്ലാക്ക് എഴുതുമ്പോഴാണ് ഫിഗറിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചില ദിവസം രാത്രിയില്ലേ മുമ്പൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുത്തി ഇരുന്ന് ഉറങ്ങാതിരുന്ന് ചെയ്യും. എനിക്ക് ബ്ലാക്ക് എഴുതുമ്പോൾ ഒരു ഭംഗി കാണാൻ വേണ്ടി, ചിത്രം തീർക്കാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയാണ്. ഇന്നും ഇത് ബ്ലാക്ക് എഴുതണമെന്നുള്ള ആഗ്രഹത്തിലാണ്. നിങ്ങൾക്ക് തോന്നാറില്ലേ ചിത്രങ്ങളാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതെ മാം, അത് കാരണം ഞാൻ ആദ്യമേ ബ്ലാക്ക് എഴുതി. ഞാൻ കണ്ട് അപ്പോഴേ പക്ഷെ ബ്ലാക്ക് എഴുതി. അത് ഞാൻ മനസ്സിലായി. അപ്പൊ ആ ചിത്രത്തിന് സസ്പെൻസ് പോയി. അത് എഴുതുമ്പോൾ ഒരു ഭംഗി കാണാൻ ഒരു ഭയങ്കര ആകാംക്ഷയാണ് അല്ലേ? അതെ അതെ, എങ്ങനെ ആയിന്നറിയണ്ടേ. അപ്പൊ
ഇനിയുണ്ട്, കൊറേ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ എല്ലാം കൊടുത്ത് ചെയ്യുമ്പോഴേ ബാക്ക്ഗ്രൗണ്ട് കളറ് ഡൗട്ട് അടിച്ചായിരുന്നു, പിന്നെ ഞാൻ അടിച്ചില്ലായിരുന്നു. ആ ഞാൻ ബ്രഷ് വെച്ചിട്ടുണ്ട്, എനിക്ക് ഒരു ഇതുള്ളതുകൊണ്ട് ഓ, വേതാളത്തിന് ഇത്ര മുടി ഉണ്ടായിരുന്നു. ഇത്രയും മുടി കൊടുത്തതാണ് അത് ഗ്യാപ്പ് ഉള്ളതാണ്. നമുക്ക് മ്യൂറലല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ വെട്ടി കളഞ്ഞു, കുറച്ച് സ്റ്റൈലായിട്ടിരുന്നു. പോയിക്കട്ട് ചെയ്ത് ബ്ലാക്ക് ആയതുകൊണ്ട് അതിന്റെ പുറത്തുനിന്ന് വെച്ച് നമുക്ക് കൊടുക്കാം, വൈപ്പ് മുടിയൊക്കെ വെച്ച് കൊടുക്കാം. ഏതൊരു കളറിനെയും വിഴുങ്ങാനുള്ളൊരു കളറ് ബ്ലാക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഏതിൻ്റെ പുറത്ത് വേണമെങ്കിലും ബ്ലാക്ക് വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. കണ്ണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോകും കേട്ടോ, നമ്മൾ കണ്ണ് വെച്ച് പോകും. അതുകൊണ്ട് കണ്ണ് എഴുതല്ല, ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കാണിക്കണില്ലേ മാം കണ്ണ് എഴുതണത്? കാണിക്കണോ? അപ്പോൾ ഞാൻ എഴുതാം. ദേവിയുടെ പിന്നെ എഴുതാവേ. ദേവിയുടെ അവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. കച്ചവടം ഞാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഇതൊന്നും എഴുതാം. ഇതൊന്നും ഇവിടുത്തെ ഓർണമെന്റ്സ് 8:30 നിർത്തണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ലാസ്റ്റ് സപ്പർ ഇല്ലേ, ഇന്നലെ എനിക്ക് ക്ലാസ് കൊടുക്കാൻ ഒരു എമർജൻസി ആണ്. അപ്പം എനിക്ക് ക്ലാസ് തീർക്കണമെന്ന് വെച്ചാൽ നമ്മൾ തീർക്കണം. ഫൈനലായി ഏകദേശം. ഇന്നലെയും ക്ലാസ് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ അവർക്ക് ഇന്ന് 9 to ക്ലാസ് വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ ഈ മാർച്ച് മാസം ആയതുകൊണ്ടേ കുറേ പോർട്രേറ്റുകളിൽ പെട്ടെന്നുള്ള ഓർഡറൊക്കെ വരുമ്പോഴേ എറണാകുളം ബാംഗ്ലൂരൊക്കെ ഇതിൽ കൂടി കാണിക്കാൻ പറ്റുമോ മാം? ഇതിൽ കൂടി കാണിക്കാൻ പറ്റുമോ മാമിന്റെ ലാസ്റ്റ് സപ്പർ? ഓ, ലാസ്റ്റ് സപ്പർ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇട്ടാൽ മതിയോ? ഫോട്ടോ ഇട്ട് തന്നാൽ മതിയോ? ഓ മതി മാം. അത് വലിയ ക്യാൻവാസാണ്. ഇപ്പം എടുത്ത് ഇതിൻ്റെ പുറത്ത് നുത്തിടാനേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫോട്ടോ ഇട്ടിരിക്കാം കേട്ടോ. ഓക്കെ മാം. കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഇത്രയും നൂത്തിടാൻ പിന്നെ ഇതെല്ലാം അങ്ങ് മാറ്റണം. ഞാൻ ഇവിടെ മൊത്തം ഡിഷ് നോക്കിയാൽ മതി, മൊത്തം കളർ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ടേബിളെല്ലാം. ടേബിളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, ഫുള്ളി ഇങ്ങനെ ഒരു ക്ലാസ് കഴിയും അടുത്ത ബാക്കി. അതിനിടയ്ക്ക് കുറച്ച് വിഷു സാരികളുടെയൊക്കെ ഓർഡറുകൾ ഉണ്ട്. ഓ, കൊന്നപ്പൂവ് ഓരോ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അതാണ്, അതുകൊണ്ട് പിന്നെ ടേബിൾ അതിനുള്ള മെയിൻ പ്രശ്നം. എളുപ്പം ചെയ്യും, പക്ഷെ നല്ല വലിയ ടേബിളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കുഞ്ഞു സ്കൂൾ അടച്ചില്ല. സ്കൂൾ അടച്ചു. പിന്നെ എക്സാം ഡ്യൂട്ടി 10th ഇല്ലായിരുന്നു. സാധാരണ 10th ഡ്യൂട്ടി വരും, ഈ വർഷം വന്നില്ല. അപ്പം ആ ദിവസം പോകണ്ട, ഓൾട്ടർനേറ്റ് ഡേയ്സ് മാത്രം സ്കൂളിൽ എക്സാം നടക്കുന്ന ദിവസം മാത്രം പോയാൽ മതി. ആ ദിവസം അവിടെ പോയി ഉച്ചയ്ക്ക് ശേഷം ഒപ്പിടണമെന്നാണ്. പിന്നെ നമ്മൾ ചിലപ്പം പെട്ടെന്ന് പോയി ഒപ്പിട്ടിട്ട് വരും. ഇനി ഇലക്ഷൻ ഡ്യൂട്ടിയും വരില്ലേ? ഓ, അത് മിക്കവാറും വരും. കാരണം ഈ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ മിക്കവാറും പേർക്ക് വാല്യൂഷനൊക്കെ ഉള്ളത് കൊണ്ടേ നമ്മളെപ്പോലുള്ളവരൊക്കെ ആയിരിക്കും ഡ്യൂട്ടി വരുന്നത്. കഴിഞ്ഞ വർഷം ഭയങ്കര പാടായിരുന്നു, അങ്ങ് ഒത്തിരി ദൂരെയായിരുന്നു, നല്ല ബുദ്ധിമുട്ട്.
ഈ വെക്കേഷന് കുറച്ച് ക്ലാസ്സുകളുണ്ടാകും. കാരണം സാറിന് എനിക്ക് വെക്കേഷന് സമ്മർ ക്യാമ്പാണ് മെയിനായിട്ടുള്ളത്. ഒരു 100-100ഓളം കുട്ടികൾക്കുള്ള സമ്മർ ക്യാമ്പ്. പക്ഷേ ഈ വർഷം ഞാൻ സമ്മർ ക്യാമ്പ് നടത്തുന്നില്ല. ഞങ്ങളിവിടെ റോഡ് പണി നടക്കുന്നു. അപ്പം ഭയങ്കര ഞങ്ങളുടെ അവിടെ മാത്രമാണ് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഭയങ്കര പൊടിയും ഒക്കെ ആയതുകൊണ്ട് ഈ വർഷത്തെ സമ്മർ ക്യാമ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഫുള്ളി കുറച്ച് ഫ്രീ ആണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് ക്ലാസ്സുകളുണ്ടാകും. മുഖം എഴുതുകയാണ് ഞാൻ. ജസ്റ്റ് ഒന്ന് ഔട്ടറൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഓർണമെൻറ്റ്സിലൊക്കെ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിൽ പല്ലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നമ്മൾ ചുണ്ടിന്റെ സൈഡിൽ കൂടെ കാണിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ മിക്കവാറും നോക്കിയ പിക്ചേഴ്സിൽ അതായിട്ടില്ല. ചിലതിലുണ്ട്. ഇതിൽ പുരികൾ എഴുതുമ്പോൾ നമ്മൾ അറ്റത്ത് ഒറ്റ സ്ട്രെച്ചായിട്ട് അങ്ങ് വരച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം അങ്ങ് വരയ്ക്കണം. വരച്ചിട്ട് നടുക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നടുക്കാണ് ഡാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ രണ്ട് സൈഡും നമുക്ക് ഒറ്റ ചെറിയ കട്ടി മതി കേട്ടോ. അതേസമയം ഐബ്രോയുടെ സെൻട്രൽ പാർട്ടിൽ കുറച്ചൊന്ന് കട്ടി കൂട്ടി വരയ്ക്കും കേട്ടോ. നമുക്ക് ഈ വര വരച്ചതിന് ശേഷം എൻ്റെ അടുക്കുള്ള വര വരയ്ക്കാൻ സ്പേസ് ഉണ്ട്. ഇതിൽ അതുപോലെ മുകളിലത്തെ എന്താണ് ഐലാഷ് നല്ല ഡാർക്കായിട്ട് 2 കോട്ടൊക്കെ കൊടുത്ത് നല്ല അങ്ങ് ഡാർക്കാക്കും. താഴത്തെ ഒറ്റ കോട്ടിലങ്ങ് ഫിനിഷ് ചെയ്യും കേട്ടോ. ഒരുപാടങ്ങ് വരയ്ക്കത്തില്ല. താഴത്തെ കുറച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നുണ്ടോ. ഒറ്റ കോട്ടില്ല. മുകളിൽ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം. ഇനി കണ്ണ് മുകളിൽ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ മനുഷ്യരുടെയൊക്കെ ആണെങ്കിൽ വരയ്ക്കുമ്പോൾ കണ്ണ് ഇത് മുകളിലോട്ട് ടച്ച് ചെയ്യുന്നില്ല. നാക്ക് തള്ളുമ്പം കണ്ണ് സ്വാഭാവികമായിട്ട് താഴോട്ട് വരുന്നൊരു ഫീലാണ് കേട്ടോ. അതാണ് കണ്ണങ്ങനെ കാണിക്കുന്നത്. നാക്ക് തള്ളിയത് കൊണ്ടാണ്. ഇതിന്റെ മുഖം വരച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു ടീച്ചറെ. ആ ഫേസ് മാത്രം വേദാളത്തിന്റെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ക്ലിയർ അല്ല മാം. ഓൾറെഡി ഞാൻ ഫോട്ടോ കേട്ടോ. ഇപ്പം തന്നെ ഫോട്ടോ ഇടാം. ദേവിയുടെ ഞാൻ വരച്ചിട്ടോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോ ആക്കി എടുത്തോ ഇട്ടേക്കാം കേട്ടോ. ബാക്കി എല്ലായിടും ഒന്ന് ബ്ലാക്ക് കണ്ണില് വൈറ്റ് വെക്കണമെങ്കിൽ അതും കൂടി ഒന്ന് വച്ചിട്ട് ഇടണേ മാം. വെക്കാം. ഇതിനകത്ത് ലാസ്റ്റ് നോക്കിയിട്ട് ഇപ്പം ക്ലാസ് കഴിഞ്ഞപാട് ഒന്ന് ഫോട്ടോ ഇട്ടേ ടീച്ചറെ. ഇത് ഇട്ടേക്ക്. ഇപ്പൊ ഇട്ടേക്ക്. ഓക്കെ. പിന്നെ ഇതില്ലേ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വോയിസ് ആയിട്ട് ഇട്ടാൽ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരും ഏതെങ്കിലും കളറുകൾ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ചെയ്തിടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഗുഡ് നൈറ്റ്. ലിങ്ക് ഇപ്പോൾ ഇട്ടേക്കാം. എന്തായാലും നല്ലൊരു പിക്ചർ. ഓക്കെ, താങ്ക് യു. നല്ല ഭംഗി. പിന്നെ